നല്ല തണുപ്പായതുകൊണ്ട് ചേച്ചി പറഞ്ഞു, പ്രിയേതാ നീ ഈ ഷൂ ഇട്ടോ എന്ന് പറഞ്ഞു. ഷൂ അല്ല കേട്ടോ, ചെരുപ്പാണ്. ഒരു നല്ലൊരു പഞ്ഞിക്കെട്ട് പോലത്തെ ചെരുപ്പ് അതിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത അഭ്യാസങ്ങൾ മൊത്തം ഈ കട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പം ബെഡിന് ഇത്തിരി സൈസ് കുറഞ്ഞു, എന്നാലും വേണ്ടിയില്ല, ചേച്ചിക്കും മക്കൾക്കും ധാരാളം അത് കിടന്നുറങ്ങാൻ. പിന്നെ ചേച്ചി കാണിച്ചത്, പ്രിയ അത് ഞാൻ കോഫി ബോർഡിൽ നിന്ന് കിട്ടിയതാണ്, എക്സൽ ആണ് സൈസ്, നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ തടിച്ചായതുകൊണ്ട് എനിക്ക് അത് ഓക്കെ ആയിരുന്നു. ചേച്ചി പിന്നെ സ്മോൾ സൈസ് ആയതുകൊണ്ട് ചേച്ചിക്ക് അത് പറ്റിയില്ല. അങ്ങനെ ഒരു കോഫി ബോർഡിൻ്റെ ടീഷർട്ടും കിട്ടി. അതിനിടയിൽ കൂടെ ഈ വലിയൊരു അർമാട പെട്ടിയും കൊണ്ട് ഞങ്ങൾ അകത്തേക്കൂട്ട് കൊണ്ട് സെറ്റാക്കി വെച്ചു. അതായത് മക്കളെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഞങ്ങളൊന്ന് ഒതുക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം മക്കളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്ലാനിങ്. അതിനിടയിൽ കൂടെ ചേച്ചി ചിക്കൻമാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഹലുവയാണ് കഴിച്ചത്, പേരക്ക ഹലുവ. ധനുട്ടൻ ഓക്കെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവനത് ഇഷ്ടമായില്ലായിരുന്നു കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി അവൻ പോസ് ചെയ്താണ്. അപ്പോൾ അതാ ഞങ്ങൾ കുട്ടിപ്പട്ടാളം കൊണ്ട് ഇറങ്ങുകയാണ് പാർക്കിലേക്ക് പോകാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇവന്താ അടുത്തൊരു പോസ്, അവൻ്റെ വിചാരം അത് ഫോട്ടോയ്ക്ക് എടുത്താന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് മൾബറി കിട്ടി, മൾബറി തിന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്നും കഴിക്കാൻ നിൽക്കണ്ട, കാരണം നമ്മുടെ ഈ ഒരു നിപ്പയുടെ ഓരോ സീസണും കാര്യങ്ങളൊക്കെ ആണല്ലോ, എന്നാലും വേണ്ടിയില്ല, ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, മൾബറി, റംബൂട്ടാൻ, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. അപ്പോൾ ചേച്ചി പറഞ്ഞു, വാ എൻ്റെ ഓഫീസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഫീസ് എത്തി. അടിപൊളി സ്ഥലം കേട്ടോ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 4 കെട്ട് പോലത്തെ ഒരു ഓഫീസാണ്, റിസർച്ച് സെൻ്ററാണ്. അങ്ങനെ മക്കൾ ഓടി കളിക്കുന്നു, എങ്ങനത്തെ എന്തൊക്കെയോ കളി ഇവരും കളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോൾ അടിപൊളിയാണ്, പക്ഷെ നമ്മൾ വീണ് പോയാൽ പിന്നെ എല്ല് പോലും പെറുക്കാനുണ്ടാവില്ല. അടിപൊളി പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ, നല്ല സെറ്റ് സ്ഥലമാണ്. പിന്നെ ഇത് മഴവെള്ള സംഭരണിയാണെന്ന് പറഞ്ഞു. പിന്നെ ധനൂട്ടൻ്റെ വക ഫുൾ എക്സ്പ്ലനേഷൻ ആയിരുന്നു. എനിക്കിത് ഓടി ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് മൊത്തം കോളാക്കിയത് കൊണ്ട് ഇടാൻ പറ്റിയില്ല. ഓക്കെ, ബൈ.